ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് കുറേ സാരിയുടെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ സാരിയുടെ കളക്ഷൻ എന്ന് വെച്ചാൽ എൻ്റെ സാരിയാണ്. ഓൾറെഡി ഞാൻ സാരി കൊടുക്കാത്തതുകൊണ്ട് അത് അമ്മയ്ക്ക് കൊടുത്ത്. അപ്പോൾ അമ്മ അത് വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ വാങ്ങിച്ച സാരി പണ്ടേ ഉള്ള സാരികളെല്ലാം കൂടെ കുറേ സാരികളുണ്ട് അമ്മയ്ക്ക്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് മോക്കൊരു പാവാട ബ്ലൗസും തയ്ക്കാൻ വേണ്ടി ഒരു സാരി അടിച്ചു മാറ്റണമായിരുന്നു. അപ്പം അടിച്ചു മാറ്റണമെന്ന് പറഞ്ഞാൽ അത് വേറെ സംഭവമുണ്ട്. അത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാതെ. പിന്നെ അമ്മയുടെ കല്യാണ സാരി ഉണ്ട്. അമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ട് 46 വർഷമാവുന്നുണ്ട്. അപ്പം ആ സമയത്ത് ഉള്ള അമ്മയുടെ നല്ലൊരു കല്യാണ സാരി ഇരിപ്പുണ്ട്. അച്ഛൻ മരിച്ചിട്ട് 3 വർഷം ആയതുകൊണ്ട് അമ്മ ഇപ്പം അധികം സാരികളൊന്നും ഉടുക്കാറില്ല. പക്ഷെ ഒരുപാട് വർക്കൊക്കെ ഉള്ള ഒരുപാട് നല്ല സാരികളുണ്ട്. അപ്പോൾ അതൊക്കെ വെറുതെ വച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മോക്കെടുത്ത് എന്തെങ്കിലും നല്ല പിന്നെ പാവാടയും ബ്ലൗസോ, ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ ഉത്സവമൊക്കെ വരുന്ന ടൈമല്ലേ, പാവാടയും ബ്ലൗസ് തയ്ക്കാതെ ഫ്രോക്ക്, ലോങ് ഫ്രോക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അമ്മയുടെ അലമാരയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അമ്മ ഇവിടെ ഇല്ലാത്ത സമയം നോക്കിയാണ് ഞാൻ ഈ അലമാര തുറന്ന് സാരി എടുക്കുന്നത്. അപ്പോൾ ഇതാണ് അലമാര. ഈ അലമാര തന്നെ ഒരു 25 വർഷമെങ്കിലും പഴക്കമുള്ള ഒരു അലമാരയാണ്. ഞങ്ങളുടെ കൊച്ചിലെ വാങ്ങിച്ച അലമാരയാണ്. ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ മുമ്പ് ഞാനൊക്കെ 10ാം ക്ലാസ് എന്തോ പഠിക്കുന്ന ടൈമിൽ വാങ്ങിച്ച അലമാരയാണ്. ലോക്കൊക്കെ കംപ്ലൈൻ്റ് ആണ്, എങ്കിലും തുറക്കാം. അപ്പം ഇതാണ് അമ്മയുടെ സാരി. ഇനി ഇതിൽ എവിടെയാണ് നല്ല സാരികൾ ഇരിക്കണമെന്ന് കണ്ടുപിടിക്കണം. പിന്നെ അമ്മയുടെ കല്യാണ സാരി എവിടെയോ വച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നോക്കാം നമ്മൾ. അപ്പോൾ ഇതിൽ നിന്ന് മോക്ക് പാവാടയ്ക്കും ബ്ലൗസിനും ഫ്രോക്കിനും പറ്റിയ ഒരു 2-3 സാരി ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഒരു 45 വർഷത്തിന് മുമ്പ് അമ്മ ഉടുത്ത കല്യാണ സാരി ഇത് തിരഞ്ഞെടുത്ത് കാണിച്ചു തരാം. സൂപ്പർ സാരിയാണ്, ഞാൻ കണ്ടിട്ടുള്ളതാണ് ആ സാരി, എനിക്കറിയാം. കുറേ ഭാഗമൊക്കെ അത് കീറിപ്പോയിട്ടുണ്ട്, ഉടുക്കാൻ പറ്റൂല, അതും കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്യാം. കുറച്ച് സാരി നോക്കി ക്ഷീണിച്ചിട്ട് ഞാൻ പിന്നെ ഇരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഇരുന്ന് സെലക്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നെടുത്തപ്പോൾ അതെടുത്തപ്പോൾ ഇതെടുക്കണോ, അങ്ങനെ കൺഫ്യൂഷനായിട്ട് ഇരുന്നിട്ട് ഇതൊരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഒരു സ്കർട്ടും ബ്ലൗസും തയ്ക്കാം മോക്ക്. നല്ല ബോർഡറാണ്. ഇത്രയും വലിയ ബോർഡറുള്ള സാരിയൊന്നും അമ്മ ഉടുക്കൂല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊരെണ്ണം എടുത്തു. നല്ല കളറല്ലേ. അപ്പോൾ ഇത് ഒന്ന് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല വർക്കുണ്ട്, ഇത് നല്ല വർക്കുള്ളത്. അപ്പോൾ ഇതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്ന് ഇതൊരു ഫ്രോക്ക് തയ്ക്കാം. ഇത് ഫ്രോക്കിൻ്റെ ഡിസൈൻ ഫ്രോക്ക് തയ്ക്കാമെന്ന് വിചാരിച്ചു. ഫ്രോക്ക് തയ്ക്കാൻ പറ്റിയ അല്ലാത്ത സാധാരണ സാരീസ് ഉണ്ട്, ഇങ്ങനത്തെ സാരിയൊക്കെ ഉണ്ട്. പക്ഷെ അത്ര പോരാ, അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ കല്യാണ സാരി, ഇതാണ് അമ്മയുടെ കല്യാണ സാരി. ഏതാണ്ട് ഒരു 45 വർഷമായ കല്യാണ സാരിയാണ് ഈ സാരി. പക്ഷെ കളറൊക്കെ ആയിട്ടുണ്ട്. ഇതാണ് അമ്മയുടെ കല്യാണ സാരി. ഇതിൻ്റെ ബ്ലൗസൊന്നും കാണാനില്ല. പക്ഷെ ഇത്രയും വർഷമായതല്ലേ, ഇതിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കില്ലേ. സൈഡൊക്കെ ചെറുതായിട്ടൊക്കെ ചീത്തായിട്ടുണ്ട്. പക്ഷെ നല്ല സാരിയല്ലേ, നല്ല കളറല്ലേ. ഇവിടെയൊക്കെ ഇളകിപ്പോയി, തുമ്പൊക്കെ പോയി, ചീത്തായിട്ട് ചെത്ത് പോയിട്ടുണ്ട്. ഇത്രയും വർഷം ഇരുന്നതല്ലേ. ഇത് ഈ ക്ലോത്ത് എന്താണെന്ന് അറിഞ്ഞില്ല, പക്ഷെ തുന്നിപ്പോണുണ്ട് നന്നായിട്ട്. തൊടുമ്പോൾ തന്നെ കീറി വരും. എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല രസമുണ്ട്. കൊള്ളാല്ലേ. ഉടുക്കാൻ പറ്റൂല, കീറിപ്പോയി. ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു. ഇതാണ് അമ്മയുടെ കല്യാണ സാരി, രസമുണ്ട്. പിന്നെ ഞാനൊരു ഇതെടുത്തു, ഈ ഗ്രീൻ. ഇത് ഫ്രോക്കോ സ്കർട്ടോ എന്തെങ്കിലും തയ്ക്കാം. അത് നല്ല രസമുണ്ടല്ലേ, നല്ല കളറ്. അപ്പോൾ ഇതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതും എടുക്കാം. സാരിക്ക് വലിയ വില കാണൂല, സാരിക്ക് വില കുറവാകും. ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴാണ് നല്ല പൈസ ആവുന്നത്. ഇതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ബ്ലാക്കിലൊരു, ഇതെൻ്റെ സാരിയാണേ, ഇത് ഞാൻ വാങ്ങിച്ച സാരിയാണ്. അത് ഞാൻ കുറച്ച് നാൾ ഉടുത്തിട്ട് പിന്നെ ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. ഇതെനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് ബ്ലൗസൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ കല്യാണത്തിന് മുമ്പുള്ളതാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ ടോപ്പ് എടുത്തിട്ട് അങ്ങ് പോകും. സാരി എടുക്കാനുള്ള സമയമൊന്നുമില്ല. പിന്നെ ഒരുപാട് സാരീസൊക്കെ ഉണ്ട്, നല്ല നല്ല സാരി. ഇത് ഞാനൊരു ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. സാരി കൊണ്ട് ഈ സാരി എനിക്കൊരു അബദ്ധം പറ്റിയ സാരിയാണ്. ഞാനൊരു സൈറ്റിൽ കയറി എനിക്ക് ഇഷ്ടപ്പെട്ട സാരി ഞാൻ ബുക്ക് ചെയ്ത്
പിന്നെ ഡെലിവറി വന്നിട്ട് ഞാൻ പാക്കറ്റ് പൊട്ടിച്ച് നോക്കണ്. ഇത് തമിഴ്നാട്ടിലെ റേഷൻ കൊടുക്കണ സാരിയും കാട്ടി അഴുക്ക സാരി എനിക്ക് കിട്ടിയത്. 1200 എത്ര രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച സാരിയാണിത്. കണ്ട. പക്ഷെ അതിൽ അവർ കാണിച്ചതൊക്കെ വേറെ സാരിയാണ്. കണ്ട് അയ്യോ ഭയങ്കര നല്ല സാരി എന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തതാണ്, വന്നത് ഇതായിരുന്നു. പക്ഷെ സാരി വന്നല്ലോ എന്നുള്ളൊരു പിന്നെ ആശ്വാസമുണ്ട്. തോർത്തും വന്നില്ല, മുണ്ടും വന്നില്ല, സാരിയായിട്ട് തന്നെ വന്നത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാരി അല്ല വന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഇത് നല്ല കളറാണ്, ഇത് നോക്കായിരുന്നു. ഇതൊന്നും അമ്മ ഉടുക്കൂല ഈ സാരി. ഇതൊക്കെ നല്ല കളറാണ്. പിന്നെ അങ്ങനത്തെ ടൈപ്പ് സാരീസ് ഉണ്ട്. ഇത് ഞാൻ ഉടുത്തിട്ടുണ്ട്, ഈ സാരി ഞാൻ ഉടുത്തിട്ടുണ്ട്. അവിടെ ഒരു മാരേജ് ഫങ്ഷന് പോയപ്പോഴത്തേക്ക് എനിക്ക് ഈ കളർ ബ്ലൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സാരി ഉടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് ഇതൊക്കെ ഉടുത്ത് ഇറങ്ങുമ്പോൾ. കുറച്ച് സമയം എടുക്കും സാരി ഉടുത്ത്. പിന്നെ ഞാൻ വാങ്ങിച്ചൊരു സാരിയാണ് ഇത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നോ മീഷോയിൽ നിന്ന് എങ്ങോട്ടോ വാങ്ങിച്ചതാണ് ഈ സാരി. ഇതിലെ ഈ ഗ്ലാസ്സൊക്കെ ഞാൻ വെച്ചതാണ്. ഇത് ഗ്ലാസ്സൊന്നും ഇല്ലായിരുന്നു. ഈ മിററൊക്കെ ഞാൻ വെച്ചതാണ്. ഞാൻ വാങ്ങിച്ച് ഒട്ടിച്ചൊട്ടിച്ച് വെച്ചതാണ്. ഇത് നല്ലൊരു സാരിയാണ്. പക്ഷേ ഇതെടുക്കണ്ട, ഇത് അമ്മ ഉടുക്കണ സാരിയാണ്. അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഉടുക്കണ സാരിയാണ്. അപ്പോൾ അത് നമ്മൾ എടുക്കണ്ട, അത് ഉടുക്കട്ടെ. ഇല്ലാത്ത സാരികൾ നമുക്കെടുത്ത് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് സാരി കളക്ഷനൊക്കെയാണ്. ഒരുപാടുണ്ട് സാരി. നേരിയതിൻ്റെ സാരിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കോട്ടൺ സാരി, നേരിയത് മുണ്ടുണ്ട്, നേരിയതിൻ്റെ സാരിയുണ്ട്, കോട്ടൺ സാരിയുണ്ട്. പിന്നെ സാരിയുടെ പേരൊന്നും എനിക്ക് പറഞ്ഞുതരേ, ക്ലോത്ത് തുണിയുടെ പേരൊന്നും എനിക്കറിയില്ല. കോട്ടൺ സാരിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്രധാനമായിട്ട് ഈ കല്യാണ സാരി എനിക്കൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്ത് എന്ന് കിട്ടുമെന്ന് അറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ വീഡിയോയും കൂടെ ഇടായിരുന്നു. അതിപ്പം കടയിൽ കൊണ്ട് കൊടുത്തിട്ട് നല്ല താമസിക്കും സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യണം. അപ്പോൾ ബൈ.